കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. എല്ലാവരും വരൂ, ഗുരുവായൂരപ്പനെ കാണാം. ഇന്നത്തെ ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഏത് രൂപത്തിലാണ് ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കാനായിട്ടിരിക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കിഴക്കേ നടയിലുള്ള ഗണപതി ക്ഷേത്രത്തിലൊന്ന് പോയി തൊഴുത് പ്രദക്ഷിണം വെച്ചിട്ട് അകത്തേക്ക് വരാം. ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരാം. നല്ല തിരക്കാണ്. നല്ല തിരക്ക് എന്ന് പറഞ്ഞാൽ അഭൂതപൂർവമായ തിരക്കാണ്. കാരണം ഇപ്പോൾ 2:45 ആയിട്ടാണ് നട അടച്ചത്. അത്രയ്ക്കും തിരക്ക് എന്ന് പറഞ്ഞാൽ ടോക്കനും തിരക്ക്, 1000 രൂപയുടെയും തിരക്ക്, ജനറൽ ക്യൂ അതിലേറെ തിരക്ക്. ഇപ്പോഴും മുഴുവൻ പേർക്കും ദർശനം കിട്ടിയിട്ടില്ലാത്ത മാതിരിയാണ്. ഇനി അത് 3:30 വീണ്ടും തുറക്കും. ഭഗവാൻ ഉറങ്ങാൻ നേരമില്ലാത്ത അവസ്ഥയായി തുടങ്ങി. അത്രയ്ക്കും ഭക്തജന തിരക്ക് കയറിക്കൊണ്ടിരിക്കുക. വൈശാഖ മാസമല്ലേ, ഒന്ന് തൊഴുതാൽ മതി, ഒന്ന് കണ്ടാൽ മതി എന്നുള്ള ഉദ്ദേശത്തിലാണ് എല്ലാവരും വരുന്നതേ. അത്രയ്ക്കും തിരക്കാണ്. അപ്പോൾ എന്തായാലും നമുക്ക് തൊഴാനായിട്ട് പോവാം. നേരെ വരുമ്പോൾ ഗോപുരവാതിൽ കടന്ന് അകത്ത് കടന്ന് വാതിൽപ്പടി കയറി നേരെ പോവുക. അങ്ങനെ പോകുമ്പോൾ ഇടത് വശത്തുള്ള മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിക്കുക. വലത് വശത്ത് ഉള്ള ആ തൂണ് നോക്കിയിട്ട്, നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണ് നോക്കിയിട്ടൊന്ന് തൊഴുക. പിന്നീട് നമ്മൾ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ആ നെയ്വിളക്കിൻ്റെ ശോഭ ഇങ്ങനെ കാണുകയാണ്. അങ്ങനെ നോക്കി വരുമ്പോൾ ഒരു മരം കാണാനുണ്ട്. ആദ്യം തന്നെ ഒരു ആൽമര കാണുന്നത്. അങ്ങനെ നോക്കി വരുമ്പോൾ ആൽമരത്തിൻ്റെ ചെറിയ വലിയ കൊമ്പും ചില്ലകളൊക്കെ ഉള്ള ആൽമര കേട്ടോ. നന്നായിട്ട് ആണ് കളവം കൊണ്ടുള്ള അലങ്കാരം വന്നിട്ടുള്ളത്. അതിൻ്റെ മുകളിലതാ ഒരു ഉണ്ണിക്കണ്ണൻ കാൽവളകൾ ഇങ്ങനെ കാണാനുണ്ട്. രണ്ട് കാലും തൂക്കിയിട്ടിട്ടുണ്ട്. കാൽവളകൾ കാണാനുണ്ട്. പട്ടൊക്കെ ഞൊറിഞ്ഞെടുത്ത് ഗോപന്മാരുമായിട്ടൊക്കെ ഇങ്ങനെ ഉള്ള ആ ഗോപന്മാരുടെ വേഷത്തിലാണ്. അങ്ങനെ അരമണി കാണാനുണ്ട്. പിന്നെ നോക്കുമ്പോഴോ കൈവളകൾ കാണാനുണ്ട്, തോൾവളകൾ കാണാനുണ്ട്. ഓടക്കുഴൽ പിടിച്ചിട്ടുണ്ട്. വേണുഗാനം പൊഴിക്കാനുള്ള ഉദ്ദേശത്തിലാണ്. വളരെ മനോഹരമായിട്ടുള്ള ആ മരത്തിൻ്റെ ആലിൻ്റെ കൊമ്പിൻ്റെ ശിഖരത്തിലിരുന്ന് വേണുഗാനം പൊഴിക്കുന്ന പൊന്നുണ്ണിക്കണ്ണനാണ് ഇന്നത്തെ കളഭം കൊണ്ടുള്ള അലങ്കാരം. അതിമനോഹരമായിട്ടുള്ള അലങ്കാരമാണ്. ഓരോ ഭാഗങ്ങളും ചില്ലകളൊക്കെ ഇങ്ങനെ വേറിട്ട് ഇങ്ങനെ കാണാനുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള അലങ്കാരം. തിരുമുടി ഇങ്ങനെ കാണാനുണ്ട്. തിരുമുടി പീലി കെട്ടിയിട്ടുണ്ട്. തിരുമുടി മാല ഒരു വെളുത്ത മാല ഉണ്ട്. പിന്നെ ഒരു മാല തന്നെ കാണാനുള്ളത്. പിന്നെ നല്ല ഉണ്ടമാല 2 ചാർത്തിയിട്ടുണ്ട്. തെച്ചിയും തുളസിയായിട്ടുള്ളതും വെളുത്ത പൂവും തുളസിയായിട്ടുള്ളതും. നല്ലൊരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. ആകെ മൊത്തത്തിൽ നല്ല രസം. ചതുർബാഹുവായ വിഗ്രഹം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പോലെയാണ് അലങ്കാരം കാണുന്നത്. ഇന്നത്തെ ഉച്ചപൂജ ഉണ്ടാകുന്നത് മേൽശാന്തി തന്നെയാണ്. മേൽശാന്തി കവപ്രമാരാത്ത് അച്യുതൻ നമ്പൂതിരിപ്പാടാണ്. അതുപോലെ ഇന്നത്തെ ഈ കളഭം അലങ്കരിച്ചിട്ടുള്ള കളഭാലങ്കാരം പൊട്ടക്കുഴി കൃഷ്ണനോദിക്കനാണ്. വളരെ കേമായിട്ടുള്ള ആ ഒരു അലങ്കാരമാണ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ സോപാനപ്പടിയിൽ വന്ന് നിൽക്കുകയാണ് നമ്മൾ. എന്നിട്ട് അകത്തേക്ക് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നമ്മൾ നോക്കുകയാണ്. ആ കാണുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ വർണ്ണിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ വന്നിട്ട് ആ സോപാനപ്പടിയിൽ നിന്ന് ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയായിട്ട് അങ്ങോട്ട് കാണുക. ആ ഭഗവാന്റെ ഉണ്ണിക്കണ്ണൻ്റെ രൂപം മനസ്സിലിങ്ങനെ ഓടക്കുഴലൊക്കെ ഊതി ഇരിക്കുന്ന മരത്തിൻ്റെ മുകളിൽ ഇരിക്കുന്ന ഉണ്ണീനെ കാണുക. ഗോപന്മാരൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. സല്ലപിച്ചിരിക്കുന്ന തരത്തിലാണ്. അപ്പോൾ ഗോപന്മാരൊക്കെ ഇങ്ങനെ അതൊക്കെ കേട്ട് എല്ലാവരും, അതേപോലെ നമ്മളും ആ വേണുഗാനം ഇങ്ങനെ കേട്ട് സന്തോഷത്തിൽ എല്ലാ സങ്കടങ്ങളും അവിടെ പങ്കുവെച്ച് നമ്മൾക്കും സമാധാനത്തോടെ അങ്ങനെ പോരാം. പിന്നെ ഒരു വട്ടം കാണുന്നത് വരെയും നമ്മളെ അല്ലലും ആവലാതിയും ഒക്കെ ആ ഗുരുവായൂരപ്പൻ്റെ തിരുമുമ്പിൽ സമർപ്പിക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ ചെല്ലുമ്പോൾ എന്താ വെച്ചാൽ എന്നും നമുക്ക് ആവലാതികൾ പറയാനല്ലേ ഉണ്ടാവുള്ളൂ. കണ്ണന് ഊണ് കഴിച്ചോ അല്ലെങ്കിൽ കണ്ണന് നെയ്യ് കിട്ടിയോ എന്ന് നമ്മൾ ചോദിക്കണില്ല. നമ്മളെ കാര്യങ്ങൾ മാത്രമേ ചോദിക്കുള്ളൂ. കാരണം അങ്ങനെയാണ് സ്ഥിതി പാലകനല്ലേ. അപ്പോൾ അദ്ദേഹത്തിന് ഇതൊക്കെ ശരിയാണ്, എല്ലാം മായല്ലേ. മൂപ്പര് ഇതൊക്കെ കഴിഞ്ഞിട്ട് ചെറുക്കുകയാണ്. അവൻ വന്ന് ചോദിക്കട്ടെ, അല്ലെങ്കിൽ അവൾ വന്ന് ചോദിക്കട്ടെ, അപ്പം ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞിരിക്കുന്ന പോലെയാണ്. എന്നെ കാണാൻ വരേണ്ടവർ വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കണ്ട് തൊഴുതോളൂ ഇന്നത്തെ ആ മനോഹരമായ ആ രൂപം. അത് കഴിഞ്ഞാൽ നമ്മൾ
നമ്മളെ പ്രാർത്ഥന കേട്ട് നമ്മൾ താഴത്തേക്ക് ഇറങ്ങുകയാണ്. സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങി നേരെ ആ അഗ്നികോണിലേക്കൊന്ന് നോക്കി തൊഴുതു. അതേപോലെ തിടപ്പള്ളി നോക്കിയിട്ട് തൊഴുക. പിന്നെ തിരിഞ്ഞു നിന്നിട്ട് ചുമരിൻ്റെ മുകളിൽ ആലിലെ കണ്ണനെ നോക്കി തൊഴാം. പിന്നെ സപ്തമാതാക്കളെ കണ്ട് തൊഴുക. അങ്ങനെ അതിന് ശേഷം നേരെ വിഘ്നേശ്വരൻ്റെ അടുത്ത് വന്ന് വിഘ്നേശ്വരനെ കണ്ട് തൊഴുക. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അങ്ങനെ അത് കഴിഞ്ഞ് ആ സരസ്വതി ദേവീനെയും കണ്ട് തൊഴുക. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ കണ്ട് തൊഴുത് ഏത്തൊക്കെ ഇട്ട് നേരെ ചെറിയ ഗണേശനെ കണ്ടൊന്ന് തൊട്ട് തലോടാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കാണാം. മേൽശാന്തിൽ അവിടെ കൃഷ്ണനോദിക്കനിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് പ്രസാദമൊക്കെ വാങ്ങാം. അർച്ചന പ്രസാദമൊക്കെ വാങ്ങിയിട്ട് തൊട്ട് നേരെ അനന്തശായിയായ അനന്തപത്മനാഭനെ കണ്ട് തൊഴുക. അവിടെയൊക്കെ നിറയെ പൂക്കളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരെ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. പിന്നീട് തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ ശ്രീരാമചന്ദ്രനെയും ബലരാമനെയും ഭാർഗവരാമനെയൊക്കെ കണ്ട് തൊഴുത്, കൃഷ്ണനൊക്കെ കണ്ട് തൊഴുത് മുരുകനെ കാണാം. അതൊക്കെ കഴിഞ്ഞ് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. ഇന്ന് വെറ്റിലമാല മാത്രമേ കാണാണ്ട്, കുറച്ച് കുങ്കുമമുണ്ട്. അപ്പോൾ ഹനുമാൻ സ്വാമീനെ കണ്ട് തൊഴുക. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ടു തൊഴുതു. അതിനുശേഷം അവിടുന്ന് നമ്മൾ ഓവിൻ്റെ അവിടെ വന്നിട്ട് പ്രാർത്ഥിക്കുക. പിന്നെ അവിടുന്ന് കുറച്ചിങ്ങനെ പടിഞ്ഞാട്ട് മാറി ആ ചുമരമ്പലിക്ക് നോക്കിയാൽ താമരക്കണ്ണനെ കാണാം, കണ്ട് തൊഴുക. പിന്നീട് ആ കിഴക്ക് വശത്തേക്ക് ഗ്രില്ലിൻ്റെ അവിടെ വന്നാൽ മണിക്കിണർ കാണാം. അതുപോലെ നൃത്ത അറയിലേക്ക് നോക്കിയിട്ട് ആ കിടാവൾക്ക് നോക്കി തൊഴാം. പിന്നെ നമ്മൾ വീണ്ടും തിരിച്ചു വരുമ്പോൾ കുറൂരമ്മേനെയും നാരദരിയൊക്കെ കണ്ട് നേരെ വടക്കേ നടയിലൂടെ പുറത്തേക്ക് വരിക. പ്രസാദ കൗണ്ടറിൽ നിന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. ഇനി എടത്തരികത്ത് കാവിലെ അമ്മേനെ കാണാനായിട്ട് പോവാം. എടത്തരികത്ത് കാവിലെ അമ്മയുടെ അടുത്തൊക്കെ നല്ല തിരക്കാണ്. എന്താ വെച്ചാൽ ഉള്ളിലൊക്കെ നിറയെ തിരക്കാണ്, എവിടെയും ഒഴിവില്ല. മൊത്തം പൂഴിയിട്ടാൽ ഉതരില്ല എന്ന് പറഞ്ഞ മാതിരിയാണ്. അത്രയ്ക്കും ജനങ്ങളാണ്. ഭക്തജനങ്ങളെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുക ഗുരുവായൂർ അമ്പലം. അങ്ങനെ നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ കാണാൻ പോകുന്നു. കാണുമ്പോൾ എന്താ അവിടെ ഇങ്ങനെ ചന്ദനച്ചാർത്തൊക്കെ ആയിക്കൊണ്ടിരിക്കണു. പുറത്ത് പുറകുവശത്തൊക്കെ നിറയെ വിധാനമായിട്ട് പട്ടിൻ്റെ തുണി കൊണ്ട് ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഇങ്ങനെ പൂക്കള കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. അമ്മ 2 നെക്ലസ് ഉണ്ട് ചാർത്തിയിട്ട്, വലിയ നെക്ലസ്, മാങ്ങാമാല പോലത്തെ പഴയ മാലയാണ്. അതൊക്കെ ചാർത്തിയിട്ടാണ് അമ്മ അങ്ങനെ ഭക്തരെ, നല്ലൊരു വലിയ പൊട്ടൊക്കെ വെച്ച് ഭക്തരെ കാണാനായിട്ട് കാത്തിരിക്കുക. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് നേരെ നമ്മൾ കോർണറിലെത്തിയാൽ മമ്മിയൂരപ്പനെ കണ്ട് തൊഴാം. മമ്മിയൂരപ്പനെ കണ്ട് തൊഴുത് അവിടുന്ന് നമശിവായ 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 എന്നുള്ള പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞാൽ നേരെ അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയ മാതിരിയാവും. അത് കഴിഞ്ഞാൽ നേരെ കൊടിമരത്തിൻ്റെ അവിടെ വരിക. കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് വീണ്ടും ശ്രീലകത്തേക്ക് നോക്കുക. അപ്പോൾ നമ്മൾ ആലിൻ്റെ കൊമ്പത്ത് ഇരിക്കുന്ന വേണുഗാനം പൊഴിക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെ കാണാം, കണ്ട് തൊഴുക. പിന്നെ നേരെ അങ്ങനെ പോരുമ്പോൾ കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്ന് തൊഴുക. പിന്നെ അയ്യപ്പസ്വാമിയുടെ അവിടെ വന്നിട്ടൊന്ന് തൊഴുക. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. ആ ഭൂതനാഥനെയും കണ്ട് തൊഴുത് പ്രദക്ഷിണമായിട്ട് പടിഞ്ഞാറ് നടയിൽ വരിക. അവിടെ വരുമ്പോൾ ദീപസ്തംഭത്തിൻ്റെ മുകളിലെ വേണുഗോപാലിനെ കണ്ട് തൊഴുക. പിന്നെ ഒന്ന് പുറകിലോട്ട് ഇറങ്ങി നിന്നാൽ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ
പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണ കാത്തോളണേ.